ഹലോ സ്റ്റുഡൻസ്, ഈ മൊഡ്യൂളിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണിത്, പോയിസൺ പ്രോസസ്സ്. നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര് തന്നെ പോയിസൺ പ്രോസസ് എന്നായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ തിയറം നോക്കാം. തിയറം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇഫ് എക്സ് ഓഫ് ടി ഈസ് എ പോയിസൺ പ്രോസസ് വിത്ത് റേറ്റ് ലാംഡ. നിങ്ങൾ ക്യൂയിങ് തിയറിയിലെ മൊഡ്യൂൾസിലെല്ലാം പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കുറച്ച് ഇലക്ട്രോണിക്സ്, ബിടെക് ഇലക്ട്രോണിക്സ് പിന്നെ S4-ൽ നിങ്ങൾ പിന്നെ റാൻഡം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ അതിനകത്ത് പോയിസൺ പ്രോസസ്സും പഠിച്ചിട്ടുണ്ട്. അപ്പം പോയിസൺ പ്രോസസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പോയിസൺ പ്രോസസ് എന്ന് പറയുന്നത് പോയിസൺ പ്രോസസ് അല്ല, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? P of x is equal to small x is equal to e raised to minus lambda into lambda raised to x divided by x factorial. ഇതാണ്. അപ്പം എക്സ് എന്താണെന്ന് അറിയാം, ക്യാപിറ്റൽ എക്സ് എന്താണെന്ന് എനിക്കറിയാം, സ്മോൾ എക്സ് എന്താണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ പോയിസൺ പ്രോസസിനെ പറ്റി പറയുന്നത്. അപ്പം പോയിസൺ പ്രോസസ്സും ഒരു റാൻഡം പ്രോസസ്സാണ്. റാൻഡം പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ അത് ഡിഫൈൻ ചെയ്താണ്. റാൻഡം പ്രോസസ്സ് എന്താണെന്ന്, അത് ടൈമോട് ബന്ധപ്പെട്ടാണ് റാൻഡം പ്രോസസ്സ് വരുന്നത്. അപ്പോൾ എനി എക്സ്പെരിമെൻറ്റ് വിത്ത് ടൈം, എനി സാമ്പിൾ സ്പേസ് വിത്ത് ടൈം ഈസ് കോൾഡ് റാൻഡം. എനി റാൻഡം വേരിയബിൾ വിത്ത് associated with time is called random process. സോ അതുപോലെയാണ് പോയിസൺ പ്രോസസ്സും വരുന്നത്. ആ പോയിസൺ പ്രോസസ്സിൽ നമ്മൾ റേറ്റ്, ഇവിടെ ലാംഡ എന്ന് പറയുന്ന പാരാമീറ്റർ അവിടെ യൂസ് ചെയ്ത്, ഇവിടെയും പാരാമീറ്റർ ലാംഡ തന്നെയാണ് പാരാമീറ്റർ. പക്ഷേ ഇവിടെ നമ്മൾ ഈ ലാംഡയിൽ പറയുന്ന റേറ്റ് ആണ് പറയുന്നത്, റേറ്റ് ഓഫ് ഇൻ്റർവെൽസ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് കോൾ പെർ അവർ, റേറ്റ് ഓഫ് കോൾ പെർ മിനിറ്റ്. അതുപോലത്തെ റേറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലാംഡ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ലാംഡ നമ്മളിവിടെ യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ഈവൻസ് ഇൻ എനി ഇൻ്റർവൽ ഓഫ് ലെങ്ത് ടി. നമുക്കറിയാം ഈ റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ടൈം ഇൻ്റർവലോട്ട് ബന്ധപ്പെട്ടാണ് റാൻഡം പ്രോസസ്സ് പറയുന്നത്. അതുപോലെ പോയിസൺ പ്രോസസ്സും ഒരു റാൻഡം പ്രോസസ്സ് ആയതുകൊണ്ട് ആ പോയിസൺ പ്രോസസ്സും ഈ ഒരു ടൈം ഇൻ്റർവലോട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. സോ നമ്പർ ഓഫ് ഈവൻസ് ഇൻ എനി ഇൻ്റർവൽ ഓഫ് ലെങ്ത് ടി is Poisson distributed mean lambda t for all s t greater than or equal to 0, p of x of t plus s minus x of s എന്ന് പറയുന്നത് t plus s എന്ന് പറയുന്നത് t plus s ഉം s എന്ന് പറയുന്നത് രണ്ട് പോയിന്റ്സ് ആണ്. ആ ഇൻ്റർവെലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് n ആയിരിക്കും. ലെങ്ത് എന്ന് പറയുന്നത് n ആണ്. ഒരു n എന്ന് പറയുന്നത് അത് 0 ആകാം, 1 ആകാം, 2 ആകാം, 3 എക്സെട്ര അങ്ങനെ ആകാം. അങ്ങനെ ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ e റൈസ് ടു മൈനസ് ലാംഡ ടി റൈസ് ടു n ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ. ഇതാണ് ഈ പോയിസൺ പ്രോസസ്സിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ആ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ലാംഡയുടെ കൂടെ എന്ത് എഴുതും, നമ്മളുടെ ലാംഡയുടെ ടൈം കൂടെ ചേർത്ത് പറയുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പോയിസൺ പ്രോസസ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് ദാറ്റ് കസ്റ്റമേഴ്സ് അറൈവ് അറ്റ് എ ബാങ്ക് അക്കോർഡിംഗ് ടു എ പോയിസൺ പ്രോസസ്. ഇവിടെ പോയിസൺ പ്രോസസ് തന്നെ എടുത്ത് പറയുന്നുണ്ട്. വിത്ത് മീൻ റേറ്റ് ഓഫ് 3 per minute. അപ്പോൾ നമുക്കറിയാം പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ ലാംഡ എന്ന് പറയുന്നത് എന്താണെന്നറിയാം, ലാംഡ എന്ന് പറയുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് അറിയാം, മീൻ എന്താണെന്ന് അറിയാം. അതുപോലെ അതിൻ്റെ വേരിയൻസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ മീൻ റേറ്റ് ഓഫ് 3 per minute. Find the probability that during a time interval of 2 minutes. അതായത് ഇവിടുത്തെ ഈ n എന്ന് പറയുന്നത് 2 ആണ്. ആ 2 മിനിറ്റുള്ള ടൈം ഇൻ്റർവെല്ലിൽ ഫസ്റ്റ് വൺ എക്സാക്ട്ലി 4 customers arrive ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ മോർ ദാൻ 4 customers arrive. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. സിൻസ് ദ പോയിസൺ പ്രോസസ് ഹാസ് എ റേറ്റ് ഓഫ് 3 per minute, ഇറ്റ് മീൻസ് ലാംഡ ടി സിക്കൽ ടു 3t. അതായത് ഈ ലാംഡയുടെ വാല്യൂ ആണ് 3 എന്ന് പറയുന്നത്. ലാംഡ സിക്കൽ ടു 3. അവിടെ ഈ ടി എന്താണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല, 3 എത്ര ആണെന്ന് പോലും സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ജനറലി വി ക്യാൻ ടേക്ക് ലാംഡ ടി സിക്കൽ ടു 3t. സോ വി ഹാവ് പി ഓഫ് എക്സ് ഓഫ് ടി സിക്കൽ ടു കെ. ഇവിടെ ഈ എന്നിന് പകരം കെ തന്നിരിക്കുകയാണ്. കെ എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ എക്സ് ഓഫ് ടി പ്ലസ് എസ് മൈനസ് അതിൻ്റെ ലെങ്ത് നമുക്ക് എക്സ് ഓഫ് ടി, അതായത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ലാംഡ ഒരു റാൻഡം പ്രോസസ് ആണ്. സോ ആർ പി ആണ്.
So x of t is equal to k, which is equal to e raised to minus 3t. Lambda t ക്ക് 3t കൊടുത്തു. സോ അതായത് ലാംഡ is equal to 3 എന്ന് കൊടുത്തു. സോ e raised to minus 3t, അതായത് ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഇക്വേഷനകത്ത് എന്ത് ചെയ്തു, ലാംഡയുടെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫോർ k is equal to 0, 1, 2, 3 n പകരം k കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോബിലിറ്റി ദാറ്റ് ഡ്യൂറിങ് എ ടൈം ഇൻ്റർവൽ ഓഫ് 2 minutes എക്സാക്ട്ലി 4, അതായത് 2 മിനിറ്റ്സിൻ്റെ ടൈം ഇൻ്റർവെല് 4 കസ്റ്റമേഴ്സ് വന്നു. 4 കസ്റ്റമേഴ്സ് ദാറ്റ് ദ പ്രോബിലിറ്റി ഈസ് ഗിവൺ ബൈ പി ഓഫ് എക്സ് ഓഫ് ടു, അതായത് ടൈം എന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന ടൈമാണ്. ആ ടി എന്നാണ് 2 എന്നേക്കുന്നത്. 2 സിക്കൽ ടു 4, അതായത് ആ ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 കസ്റ്റമേഴ്സ് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഈ ടീക്ക് നമ്മൾ എന്ത് 2 ഈ ടീക്ക് എന്ത് ചെയ്താൽ മതി, 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ആൻസർ ഈസ് 0.1339. അതുപോലെ പ്രോബിലിറ്റി ദാറ്റ് ഡ്യൂറിങ് എ ടൈം ഇൻ്റർവൽ ഓഫ് 2 minutes മോർ ദാൻ 4 കസ്റ്റമേഴ്സ് അറൈവ്. മോർ ദാൻ 4 കസ്റ്റമേഴ്സ് മീൻസ് 5, 6, 7 അങ്ങനെ എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ സാധാരണ പ്രോബിലിറ്റി അങ്ങനെ എടുക്കുമ്പോൾ എന്താ വരുന്നത്, ആ ടോട്ടൽ പ്രോബിലിറ്റിയിൽ നിന്ന് അതിന് ലെസ് ദാൻ ആയിട്ടുള്ള പ്രോബിലിറ്റീസ്, അതിൻ്റെ വാല്യൂസ് നമ്മൾ പ്രോബിലിറ്റി വാല്യൂസ് മൈനസ് ചെയ്യുന്നത്. സോ equal to 1 minus p of x of 2 equal to 0, x of 2 is equal to 1, x of 2 is equal to 3, x of 2 is equal to 4. അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ we get the answer 0.7149. So this is the first question. I hope that you understand. So this is second question. This second question is different from the first question. So we will check and we will explain. The number of particles emitted by a radioactive source is Poisson distributed. Okay, the source emits particle at rate of 6 per minute. The source emits particle at rate of 6 per minute. So here rate is given. Rate is 6 per minute. Each emitted particle has a probability 0.7. അതായത് ഓരോ പാർട്ടിക്കിളും ഒരു 0.7 പ്രോബിലിറ്റി വെച്ച് ഓരോ പാർട്ടിക്കിളും ഇതിൻ്റെ റേഡിയോ ആക്റ്റീവ് എമിഷൻ നടക്കുന്നുണ്ട്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് 11 particles are counted in 4 minutes. 11 particles are counted in 4 minutes. സോ ഇവിടെ ക്ലിയർ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് 6 per minute ഉണ്ട്. ഓരോ മിനിറ്റിലും പിന്നെ ഇത് പാർട്ടിക്കിൾ ഈ റേഡിയോ ആക്റ്റീവ് എമിറ്റ് ചെയ്യുന്നുണ്ട്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ എമിറ്റ് ചെയ്ത പ്രോബിലിറ്റിയും തന്നിട്ടുണ്ട്. സോ നമ്മൾ പ്രോബിലിറ്റി ഈ ഓരോ മിനിറ്റിലും പ്രോബിലിറ്റി നമ്മൾ കൗണ്ട് ചെയ്യണം. അവിടെ സിമ്പിളാണ്. സാധാരണ നമ്മൾ ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയലാണ്. ഇതിലൂടെ നമ്മൾ ടി കൊടുത്തു കഴിഞ്ഞാൽ എന്താകും, അതൊരു പോയ്സോൺ പ്രോസസ് ആകും. ഈ പോയ്സൺ പ്രോസസ്സിൽ ഈ ലാംഡ ഈ ടി എന്ന് പറയുന്നത് ഈ ലാംഡയുടെ വാല്യൂ തന്നിട്ട് 6 തന്നിട്ടുണ്ട്. അതുപോലെ ഈ ടി ടൈം തന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ ഈ ഓരോ ലാംഡയുടെ കൂടെയും ഈ അതിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. സോ ലെറ്റ് പി ബി എ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സോ ലാംഡ പി വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ബൈ ലാംഡ സ്റ്റാർ. അപ്പോൾ നമുക്ക് എന്തായിട്ട് മാറും, ഇതിൻ്റെ ഇക്വേഷൻ മാറുന്നത് ഇ റൈസ് ടു മൈനസ് ലാംഡ സ്റ്റാർ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ഇതിനെ നമ്മൾ ഇക്വേഷൻ മാറ്റാൻ പറ്റും. സോ ഇത് അതുകൊണ്ടാണ് ഇത് ഒരു ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. സോ ഹിയർ എൻ ഓഫ് ടി, അപ്പോൾ എക്സ് ഓഫ് ടിക്ക് പറഞ്ഞാൽ നമ്മൾ എൻ ഓഫ് ടി എന്ന് കൊടുത്തേ ഉള്ളൂ. എൻ ഓഫ് ടി ഫോളോസ് എ പോയ്സൺ പ്രോസസ്. എൻ ഓഫ് ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എമിറ്റഡ് പാർട്ടിക്കിൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്പർ ഓഫ് എമിറ്റഡ് പാർട്ടിക്കിൾ എൻ ഓഫ് ടി ഫോളോസ് എ പോയ്സൺ പ്രോസസ് വിത്ത് ഇൻറ്റൻസിറ്റി ലാംഡ സ്റ്റാർ സിഗൽ ടു ലാംഡ പി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലാംഡ പിയെ നമുക്ക് ലാംഡ സ്റ്റാർ എന്ന് കൊടുത്തു. വേർ ലാംഡ ഈസ് ദ റേറ്റ് ഓഫ് പാർട്ടിക്കിൾ ആൻഡ് പി ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബീങ് കൗണ്ടഡ്. നമ്മൾ പ്രോബിലിറ്റി ഓരോ പാർട്ടിക്കിളിൻ്റെയും പ്രോബിലിറ്റി നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. സിൻസ് ലാംഡ ഈസ് ഇക്വൽ ടു 6 per minute ആണ് റേറ്റ് തന്നിട്ടുണ്ട് ആൻഡ് പി ഈസ് ഇക്വൽ ടു 0.7. ഇറ്റ് ഫോളോസ് ദാറ്റ് ലാംഡ സ്റ്റാർ സിക്കൽ ടു 4.2. ലാംഡ സ്റ്റാർ സിക്കൽ ടു 4.2. അങ്ങനെയെങ്കിൽ പ്രോബിലിറ്റി ഓഫ് n of t സിക്കൽ ടു k. n of t സിക്കൽ ടു k. n of t means number of emitted particle സിക്കൽ ടു k, which is equal to, this is the general formula, e raised to minus 4.2t 4.2 അതായത് ലാംഡ സ്റ്റാർ ആണ് 4.2 t റൈസ് ടു k ഡിവൈഡ് ബൈ k ഫാക്ടോറിയൽ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ദാറ്റ് 11 പാർട്ടിക്കിൾസ് അതായത് k is equal to 11 counted in 4 minutes.
അത് ടി ആണ് 4 മിനിറ്റ് എന്നുള്ളത്. സോ ദിസ് ഈസ് ടി. സോ പി ഓഫ് പ്രോബിലിറ്റി ഓഫ് n ഓഫ് 4 is equal to 11. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഈ ടിക്ക് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ വി ഗെറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും, അതായത് ഈ ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്രോബിലിറ്റി, കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.